ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഡെനു ഹണി റോസ്. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബ്യൂട്ടി ടിപ്സ് ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ പോകുന്നത്. സ്കിന്നിൽ ഉണ്ടാവുന്ന കൊളാജിനെ ഒക്കെ നമുക്ക് കറക്റ്റ് ചെയ്യാനും സ്കിന്നിലുണ്ടാകുന്ന ഫൈൻ ലൈൻസിനെ കൺട്രോൾ ചെയ്യാനും സ്കിന്നിൽ നല്ലൊരു ഹൈഡ്രേറ്റിംഗ് കൊടുക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു നല്ലൊരു അടിപൊളി ഫേസ് സിറം ആണ്. നമുക്ക് വീട്ടിൽ തന്നെ റെഡി ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് സിറം ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ പോകുന്നത്. മാത്രമല്ല ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് നല്ലൊരു അടിപൊളി റിസൾട്ടാണ് കിട്ടിയത്. സ്കിന്നിന് നല്ലൊരു ഗ്ലോയും അതുപോലെ തന്നെ സ്കിന്നിലുണ്ടാകുന്ന ഒരു സ്കിന്ന് ചുളിവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെയൊക്കെ കൺട്രോൾ ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു നല്ലൊരു അടിപൊളി സിറമാണ്. അപ്പോൾ അത് എങ്ങനെയാണ് റെഡി ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിൽ ഒരു ബെൽ ബട്ടൺ ഉണ്ട്, അതുകൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നമുക്ക് ഈ ഫേസ് സിറം എങ്ങനെയാണ് റെഡി ചെയ്തെന്നുള്ളത് നോക്കാം. അതിനായിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഓറഞ്ച് പീലും അതുപോലെ തന്നെ ഫ്ലാക്സ് സീഡും ആണ് എടുത്തിട്ടുള്ളത്. അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക. ഞാനിപ്പോ ഇവിടെ ഒരു 2-3 ഓറഞ്ചിന്റെ പീലും അതുപോലെ തന്നെ 1.5 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡും ആണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു കപ്പോളം വാട്ടർ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നതിന് ശേഷം ഇത് നന്നായിട്ട് നമ്മുടെ ലോ ഫ്ലെയിമിൽ ഇട്ട് നന്നായിട്ട് ഇങ്ങനെ തിളപ്പിച്ച് ജെല്ല് രൂപമാകുന്നത് വരെ ഒന്ന് നമ്മളിങ്ങനെ തിളപ്പിക്കുക. അപ്പോൾ ലോ ഫ്ലെയിമിലായിരിക്കണം നമ്മളിത് ചെയ്യേണ്ടത്. ഒരിക്കലും ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യരുത്. കാരണം നമ്മുടെ ആ ഓറഞ്ചിന്റെ ആ സത്തൊക്കെ നമ്മുടെ ഇതിലോട്ട് ഇറങ്ങണം. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ജസ്റ്റ് ലോ ഫ്ലെയിമിലിട്ട് നമ്മളിങ്ങനെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പൊ ഒരു കുറച്ച് കഴിയുമ്പോഴേക്കും ഇത് നല്ലൊരു ജെൽ രൂപത്തിൽ നമുക്ക് കിട്ടും. അപ്പൊ ഞാൻ അതിനെ സെപ്പറേറ്റ് ആക്കി ജെല്ലിനെ സെപ്പറേറ്റ് ആക്കിയിട്ട് ബാക്കിയുള്ളതിനെ ഞാൻ മാറ്റി വെച്ചു. അപ്പൊ ഇതിന് നമുക്ക് എങ്ങനെയാണ് സിറാക്കുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ ഒരു ജെല്ലാണ് നമ്മുടെ ബേസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് എടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് 2 വിറ്റാമിൻ ഇയുടെ ക്യാപ്സ്യൂൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ വിറ്റാമിൻ ഇയുടെ ക്യാപ്സ്യൂൾ ആഡ് ചെയ്തതിന് ശേഷം പിന്നെ അതിലേക്ക് ഞാൻ ആൽമണ്ട് ഓയിലാണ് ആഡ് ചെയ്യുന്നത്. അപ്പൊ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ ആൽമണ്ട് ഓയിൽ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ വൈറ്റമിൻ സിയുടെ ഒരു സിങ്ക് അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ ഓറഞ്ച് പീൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്കിന്നിനെ ടൈറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഫ്ലാക്സ് സീഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ ആൽമണ്ട് ഓയിൽ ഒരു 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ആൽമണ്ട് ഓയിലും ആഡ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള ഒന്നാണ് അലോവേര ജെല്ല്. അപ്പൊ അലോവേര ജെല്ല് ഞാൻ ഇവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ കൂടുതലായിട്ടാണ് എടുത്തിട്ടുള്ളത്. കാരണം ആ ഒരു സിറത്തിന്റെ ആ ഒരു ലുക്ക് നമുക്ക് വരണം. അതിനോടൊപ്പം തന്നെ ഗ്ലിസറിന് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഗ്ലിസറിനും ഒരു വലിയ ടേബിൾ സ്പൂൺ കണക്കാക്കി ഞാൻ 1 സ്പൂൺ എടുക്കുന്നുണ്ട്. അപ്പൊ ഗ്ലിസറിനും അതിനോടൊപ്പം അലോവേര ജെല്ലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് നമ്മൾ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പൊ ഞാൻ മിക്സ് ചെയ്യാനായിട്ട് എന്റെ കയ്യിൽ ബീറ്റർ ഉള്ളത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ബീറ്റർ വെച്ചിട്ടാണ് ഒന്ന് മിക്സ് ചെയ്തത്. അപ്പം ബീറ്റർ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്താൽ മതി. പക്ഷെ ഇച്ചിരി ടൈം കൂടുതൽ എടുക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് എടുത്ത് കിട്ടുന്ന റിസൾട്ടാണ് നമ്മുടെ ഫേസ് സിറം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സിറം ആണ് നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യാനും അതുപോലെ തന്നെ സ്കിന്നിനെ ടൈറ്റ് ചെയ്യാനും സ്കിന്നിൽ ഹൈഡ്രേറ്റിംഗ് നിലനിർത്താനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഒരു ഫേസ് സിറം ആണ്. കാരണം ഇത് നമുക്ക് നമ്മുടെ ഫേസിൽ മാത്രമല്ല നമ്മുടെ ബോഡിയിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം. സ്കിന്നിൽ നമുക്ക് ഒരു 2 വീക്സ് നമ്മളിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് മോർണിംഗ് ആൻഡ് നൈറ്റ് ടൈമിൽ നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത്. കാരണം എന്റെ സ്കിന്നിൽ എനിക്ക് ആ ഒരു റിസൾട്ട് കിട്ടി. കാരണം നല്ലൊരു ഗ്ലോ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ പുറത്ത് വേറെ ഒന്നും അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. അപ്പോൾ നമുക്ക് ഇപ്പൊ പുറത്തൊക്കെ പോകുമ്പോൾ ഈ ഫേസ് സിറം അപ്ലൈ ചെയ്ത് ജസ്റ്റ് സൺ പ്രൊട്ടക്ഷൻ ക്രീമും നമ്മൾ അപ്ലൈ ചെയ്താൽ മാത്രം മതി നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ കിട്ടും. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളും നമ്മുടെ വീട്ടിൽ തന്നെ റെഡി ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഫേസ് സിറമാണ്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്താണ് റിസൾട്ട് എന്നുള്ളത് പറയുക. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇത് മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണുമ്പോഴേക്കും ഓക്കെ, ബൈ ബൈ, സീ യു.